ഉത്തർപ്രദേശിലെ സദർ കോട്ട്വാലി പ്രദേശത്ത് ഒരു 17 വയസ്സുകാരിയുടെ മൃതദേഹം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തി. അതിക്രൂരമായാണ് അവൾ കൊല്ലപ്പെട്ടത്. പോലീസിന്റെ നീക്കത്തെ വിമർശിച്ച് കുടുംബവും രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. സദർ കോട്ട്വാലി പ്രദേശത്തെ മുദിയ ഖേഡയിലാണ് ഈ 17 വയസ്സുകാരി കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത്. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടി. ഫെബ്രുവരി 24-ന് ഉച്ച കഴിഞ്ഞ് അവൾ പണം പിൻവലിക്കാനായി ബാങ്കിലേക്ക് പോയി. എന്നാൽ അന്നത്തെ അവളുടെ ആ യാത്ര അത് വലിയൊരു അപകടത്തിലേക്കാകുമെന്നവൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ബാങ്കിലേക്ക് പോയ പെൺകുട്ടി വൈകുന്നേരം 5 മണിയായിട്ടും തിരിച്ചെത്താതെ വന്നതോടെ വീട്ടുകാർ അവളെ പലയിടത്തും തിരഞ്ഞു. എന്നാൽ എവിടെയും അവളെ കണ്ടെത്താനാകാതെ വന്നതോടെ അവർ സദർ കോട്ട്വാലി പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ അന്വേഷണം നടത്താൻ തയ്യാറായില്ല. ഒടുവിൽ മാർച്ച് 4-ന് ആ 17-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തിയത് അവൾ കൊല്ലപ്പെട്ടത് ക്രൂരമായ ബലാത്സംഗത്തിനൊടുവിലാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ബലാത്സംഗ ശേഷം ശ്വാസം മുട്ടിച്ചവളെ കൊലപ്പെടുത്തുകയായിരുന്നു. കൂടാതെ അവളുടെ കൈകളിലും കാലുകളിലും കഴുത്തിലും താടിയിലും അടക്കം നിരവധി പോറലുകളും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് സൂപ്രണ്ട് പവൻ ഗൗതം നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. दिनांक 24/2/2026 को कनौजिया कॉलोनी खीरी शहर में एक लड़की गायब हुई थी, जिसके संबंध में परिजनों की तहरीर पर थाना कोतवाली सदर पर समुचित धाराओं में अभियोग पंजीकृत किया गया था. दिनांक 3 मार्च 2026 को गुमशुदा का शव मुड़िया खेड़ा गांव के बाहर गन्ने के खेत में मिला था, जिसकी शिनाख्त कराते हुए पंचायतनामा व पोस्टमार्टम कराया गया. पोस्टमार्टम के आधार पर समुचित धाराओं का समावेश करते हुए घटना कारित करने वाले अभियुक्त को गिरफ्तार कर अग्रिम विधिक कार्रवाई की जा रही है. എന്നാൽ പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസ് കാണിച്ച അനാസ്ഥ ആരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ അവളുടെ മൃതദേഹം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. എല്ലാ പരിധികളും കഴിഞ്ഞായിരുന്നു ആ ക്രൂരന്മാർ അവളെ ആക്രമിച്ചതും കൊലപ്പെടുത്തിയതും. സംഭവത്തിൽ ഖേരി MP ഉത്കർഷ് വർമ്മയും പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. कि नाबालिग बच्ची को बेचारी को उसको बहला फुसला के ले गया और उसने वहाँ मुड़िया खेरा के वहाँ आसपास खेत में कहीं उसके साथ जबरदस्ती करके बलात्कार किया, फिर उसकी हत्या कर दी गई और जिससे परिजनों में बहुत आक्रोश था. उसके बाद में उसकी रिपोर्ट लिखाई गई और उसके सबूतों के आधार पे वो पकड़ा गया है और उसके ऊपर सख्त से सख्त कार्रवाई कराई जाएगी. देखिए, पूरे प्रदेश में इस समय अपराध चरम पे है. बच्चियां सुरक्षित नहीं हैं. जहां पे सरकार दावा करती है कि बच्चियां सुरक्षित हैं, लेकिन ऐसा नहीं है. उसका जीता जाता उदाहरण है. ये बच्ची पढ़ने जा रही थी, उसके साथ घटना हुई. तो पूरे प्रदेश का यही हाल है. लॉ एंड ऑर्डर की स्थिति बहुत खराब है. अगर शुरुआती दौर में जब लड़की के गायब होने की सूचना चौकी इंचार्ज को दी गई थी, तो उसको थोड़ी मुस्तैदी और थोड़ा सा जल्दी त्वरित कार्रवाई करते तो शायद उसकी लाश पहले मिल जाती. മരണം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പെൺകുട്ടിയുടെ കൊലപാതകികളെ കണ്ടെത്താനോ മറ്റു നടപടികൾക്കോ പോലീസ് തയ്യാറായിട്ടില്ല. അതേസമയം പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉയർന്നതോടെ ഖ്യാതിഗാർഗ് ഔട്ട് പോസ്റ്റ് ഇൻചാർജ് LRPയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.